മുണ്ടക്കൈ ദുരന്തബാധിതർക്കായി നിർമ്മിച്ച ടൗൺഷിപ്പിൽ ആദ്യഘട്ടം പൂർത്തിയായ വീടുകൾ ഫെബ്രുവരി 25-ന് കൈമാറുകയാണ്. വയനാടിന് മാത്രമല്ല കേരളത്തിനാകെ അഭിമാനമാണ് ഈ അതിജീവന കഥ. 178 കുടുംബങ്ങളാണ് പുനരധിവാസത്തിന്റെ ആദ്യഘട്ടത്തിൽ പുത്തൻ പ്രതീക്ഷകളുടെ കൂരകളിലേക്ക് കാലെടുത്തു വയ്ക്കുന്നത്. 2 കാഴ്ചകളാണ് മുണ്ടക്കൈ പുനരധിവാസത്തിനുള്ളത്. നാടിനെയാകെ ഒന്നിപ്പിച്ചു നിർത്തി അതിജീവനത്തിന് പുത്തൻ മാനം നൽകിയ ഇടതുപക്ഷ സർക്കാർ ഒരു വശത്തും, വെറും വാഗ്ദാനങ്ങളിൽ ഒതുങ്ങിയ UDFന്റെ ജനദ്രോഹ രാഷ്ട്രീയം മറുവശത്തും. സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിക്കൊപ്പം എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നപ്പോൾ കോൺഗ്രസും മുസ്ലിം ലീഗും അതിൽ നിന്ന് വിട്ടുനിന്നു. സ്ഥലമെടുത്ത് വീട് നിർമ്മിച്ച് പ്രത്യേകം കുടുംബങ്ങളെ പാർപ്പിക്കുമെന്ന് ഇരു പാർട്ടികളും നിലപാടെടുത്തു. എന്നിട്ട് ഒടുക്കം എന്തുണ്ടായി? പൈസ മേടിച്ചു പോയ ആരെങ്കിലും തിരികെ വരാൻ താല്പര്യപ്പെടുന്നു? കുറേ ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്. നമുക്ക് ആദ്യഘട്ടത്തിലെ കുറച്ച് ആൾക്കാരുടെ ഗവൺമെൻറ്റിലോട്ട് നമ്മൾ കൊടുത്തിട്ട് അത് പൈസ തിരിച്ചു കൊടുക്കാനും വീടുകൾ അനുവദിക്കാനും നമ്മൾ ഗവൺമെൻറ്റിൽ നിന്നും ഉത്തരവെടുത്തിട്ട് അവരെ വീട്ടിൽ കൊടുക്കാനുള്ള ഇതിലേക്ക് നമ്മൾ പോയി. ഇനിയും എൻ്റെ അടുത്ത അപേക്ഷകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. കോൺഗ്രസിന്റെയും ലീഗിന്റെയും മോഹന വാഗ്ദാനങ്ങളിൽ വീണ് തെറ്റിദ്ധരിക്കപ്പെട്ട പാവപ്പെട്ട മനുഷ്യർ. ഇവരുടെ വാക്കുകേട്ട് വയനാട് പുനരധിവാസ ടൗൺഷിപ്പിൽ വീട് തിരഞ്ഞെടുക്കാത്ത കുടുംബങ്ങൾ സർക്കാർ ടൗൺഷിപ്പിൽ വീട് വേണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകുന്നുണ്ടെന്നാണ് വയനാട് ജില്ലാ കളക്ടർ DR മേഘശ്രീ പറയുന്നത്. ടൗൺഷിപ്പിൽ വീട് തിരഞ്ഞെടുക്കാത്തവർക്ക് 15 ലക്ഷം രൂപയാണ് സർക്കാർ നൽകിയിരുന്നത്. അങ്ങനെ പണം വാങ്ങിയവർ UDF നിർമ്മിച്ചു നൽകുമെന്ന് ഉറപ്പ് നൽകിയ വീടുകളും പ്രതീക്ഷിച്ചിരുന്നു. സർക്കാർ നിർമ്മിച്ച വീടുകളുടെ ആദ്യഘട്ടം സമർപ്പിക്കുമ്പോൾ മറുവശത്ത് കോൺഗ്രസിന്റെ തട്ടിക്കൂട്ട് കല്ലിടലിലേക്ക് എത്തിയിട്ടേയുള്ളൂ കാര്യങ്ങൾ. എല്ലാറ്റിനും കല്ലിട്ട് പോകുന്ന UDF രാഷ്ട്രീയത്തെ ഇനിയും എങ്ങനെ വിശ്വസിക്കുമെന്നാണ് ദുരന്തബാധിതർ ചോദിക്കുന്നത്. കുറെ ആൾക്കാർ ഇവിടെ വന്നിട്ട് കരയുന്നുണ്ട്, മാഡം നമ്മൾ ആ സമയത്തിലെ 15 ലക്ഷം എടുത്തുപോയി മാഡം, എങ്ങനെയെങ്കിലും ഒരു വീട് അനുവദിച്ച് കൊടുക്കണം പറഞ്ഞിട്ട്. ഇപ്പോൾ ഇത്ര നല്ല രീതിയിൽ ഒരു ലൊക്കേഷൻ ആണെങ്കിലും അമ്യൂണിറ്റീസ് ആണെങ്കിലും കൺസ്ട്രക്ഷൻ ക്വാളിറ്റി ആണെങ്കിലും അതൊക്കെ നോക്കി അവർ ഭയങ്കര തൃപ്തരാണ്. എൻ്റെ അടുത്ത് വരുമ്പോൾ തൃപ്തരായിട്ടാണ് അവർ സംസാരിക്കുന്നത്. ഇതൊക്കെ നോക്കുമ്പോൾ അവർ 15 ലക്ഷം മേടിച്ച ആൾക്കാരും വീടും വേണം എന്നാണ് ഇപ്പോൾ വരുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, കേവലം വീടുകൾ എന്നതിലുപരി ദുരന്തബാധിതർക്കായി ടൗൺഷിപ്പ് നിർമ്മിച്ചു നൽകുന്ന LDF സർക്കാർ രാജ്യത്തിനാകമാനം മാതൃകയാണ്. ഞങ്ങൾ വർഷങ്ങളായിട്ട് അധ്വാനിച്ച് എസ്റ്റേറ്റിൽ അധ്വാനിച്ചുണ്ടാക്കിയിരുന്ന സമ്പാദ്യം മൊത്തം വെള്ളത്തിൽ ഒലിച്ചു പോയാൽ കൂടി ഇത്തരത്തിലുള്ളൊരു സംവിധാനം ഒരുക്കി തന്നതിൽ 100% ഗവൺമെൻറ്റിനോടുള്ള നന്ദി ഈ അവസരത്തിൽ ഞങ്ങൾ അർപ്പിക്കും. ഇരട്ടി മധുരം തന്ന പോലെയാണ് ഇപ്പോൾ സർക്കാർ നിന്നാൾ വായട്ടെ. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ പ്രതീക്ഷിച്ച സ്ഥലത്ത് തന്നെ കിട്ടി. അതിന് ഭയങ്കര ഒരുപാട് സന്തോഷമായി. ഇതിൽ ഏലിൽ തന്നെ കിട്ടി, സന്തോഷമായി. എല്ലാം നഷ്ടപ്പെട്ട് നമുക്കൊരു സർക്കാരിന് നന്ദി. എന്താ LDFന്റെ പ്രത്യേകത? ചെയ്യാൻ പറ്റുന്നതേ പറയൂ, പറഞ്ഞാൽ അത് ചെയ്തിരിക്കും.